ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മേഘനെ കാണാനായിട്ട് ജയിലിലെത്തുന്ന സാഗറിനോടായിട്ട് തോമസ് സാറാണ് നിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി എല്ലാം ചെയ്തതെന്നും അതുകൊണ്ട് നീ ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ ഡ്രൈവറായിട്ട് ജോലിക്ക് കയറണം. ഇനി നീയും കണ്ണൻ സാറും മഹാലക്ഷ്മിക്കും ഇടയിലുള്ള മഞ്ഞുരുകാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ മകരവിളക്കിന് മല ചവിട്ടുന്നുണ്ട് എന്നെല്ലാം മാർക്കോ പറയുമ്പോൾ എനിക്കും നിങ്ങളോടൊപ്പം വരണമെന്ന് ആഗ്രഹമുണ്ട് എന്നെല്ലാം സാഗർ പറയുമ്പോൾ അതെല്ലാം കണ്ണൻ സാറിനോട് പറഞ്ഞ് സെറ്റാക്കി തരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ മാർക്കോ. ശേഷം സാഗർ മേഘനെ കാണാനായിട്ട് ജയിലിലേക്ക് ചെല്ലുന്നു. സാഗറിനെ കാണുന്നതും ദേഷ്യം കൊണ്ട് വിറയ്ക്കാണ് മേഘൻ. അപ്പോൾ സാഗറാണെങ്കിലും കണക്കിന് കൊടുത്തു വിടുന്നുണ്ട് മേഘന്. സാഗർ പറയുന്നുണ്ട്, ഒരു തെറ്റും ചെയ്യാത്ത എന്നെ നീ 2 തവണ ഈ സ്റ്റേഷനിൽ എത്തിച്ചു. അതിന് പകരമായിട്ട് നീയും ഇപ്പോൾ 2 തവണ സ്റ്റേഷനിൽ കയറി. അന്ന് നിനക്ക് ജാമ്യം കിട്ടി, പക്ഷെ നിനക്കത് ഉണ്ടാവില്ല. എനിക്ക് ജാമ്യം കിട്ടി, നിനക്ക് പക്ഷെ അത് ഉണ്ടാവില്ല. നീ തോമസ് സാറിൻ്റെ കാറിൽ 1 കിലോയോളം വരുന്ന കഞ്ചാവാണ് വെച്ചത്. നിന്റെ കാറിൽ നിന്നും പക്ഷേ പോലീസ് കണ്ടെടുത്തത് കിലോ കണക്കിന് കഞ്ചാവാണ്. അതുകൊണ്ട് തന്നെ ഏത് വക്കീൽ വിചാരിച്ചാലും നിനക്ക് കുറേ ദിവസം ജയിലിൽ കിടക്കേണ്ടി വരും എന്നെല്ലാം പറയുമ്പോൾ, ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ഞാൻ തിരഞ്ഞു വരുന്നത് നിന്നെ ആയിരിക്കും എന്ന് മേഘൻ പറയുമ്പോൾ, നീ വിളിച്ചിടത്തേക്ക് വരാൻ എനിക്ക് നിന്നെ പേടിയൊന്നുമില്ല. മാർക്കോയും ലോപ്പസും ഒക്കെ എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ നട്ടെല്ല് നിവർത്ത് ഇനിയെങ്കിലും നല്ലനാവാൻ നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മേഘന് കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ സാഗർ. പിന്നീട് സാഗർ നിരപരാധിയാണെന്നും മേഘനാണ് അവനെ ചതിച്ചത്. മേഘൻ്റെ എല്ലാ ചതിയും പുറത്തു കൊണ്ടുവന്നത് നമ്മുടെ തോമസ് സാറാണ്. ഞാൻ പോലും ഇടയ്ക്ക് സാഗറിനെ അവിശ്വസിച്ചിരുന്നു. എങ്കിലും അദ്ദേഹം സാഗറിൻ്റെ നിരപരാധിത്വം പുറത്തു കൊണ്ടുവരാനാണ് ശ്രമിച്ചത്. ഇനിയും കണ്ണൻ സാറും മഹാലക്ഷ്മിയും സാഗറിനെ അവിശ്വസിക്കരുത്. മേഘൻ ഇനി എന്തായാലും ഉടനെ ഒന്നും പുറത്തിറങ്ങില്ല. നിരപരാധിയായിട്ടുള്ള സാഗറിനെ അവൻ ചതിച്ചപ്പോൾ അതിനുള്ള ശിക്ഷയാണ് അവൻ ഇപ്പോൾ അനുഭവിക്കുന്നത്. നമ്മളവനെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ ദൈവം പോലും നമ്മളോട് ക്ഷമിക്കില്ല എന്നെല്ലാം മാർക്കോ പറയുമ്പോൾ, സാഗറിൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനെ അവിശ്വസിക്കില്ല എന്ന് ഞാനും ഇയാളും നേരത്തെ പറഞ്ഞതല്ലേ. ഇനി മഞ്ജുവിനും സാഗറിനും വേണമെങ്കിൽ നമ്മുടെ കമ്പനിയിൽ തന്നെ ജോലി കൊടുക്കാം. ഇതെല്ലാം മഞ്ജുവിന് കൂടി അവകാശപ്പെട്ടതല്ലേ എന്നെല്ലാം കണ്ണനും മഹിയും പറയുമ്പോൾ, അവിടെയാണ് കണ്ണൻ സാറിന് മഹാലക്ഷ്മിക്കും അവരെക്കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കാനായിട്ട് സാഗറും മഞ്ജുവും തയ്യാറല്ല. സ്വന്തം കാലിൽ നിൽക്കാനാണ് അവരുടെ തീരുമാനം. പിന്നെ നമ്മളോടൊപ്പം മകരവിളക്കിന് മല ചവിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം സാഗറിനുണ്ട്. സാർ അതിന് അനുമതി തന്നാൽ മാത്രം മതി എന്നെല്ലാം മാർക്കോ പറയുമ്പോൾ, അതിനെന്താ മാർക്കോ, അയ്യപ്പ ദർശനത്തിന് വേണ്ടിയിട്ട് എൻ്റെ അനുവാദം കാത്തു നിൽക്കേണ്ട ആവശ്യം എന്തോ? അവൻ നാളെ തന്നെ മാലയിട്ട് നമ്മളോടൊപ്പം മല ചവിട്ടട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. പിന്നീട് സാഗർ വീട്ടിലെത്തുന്നു. എന്നിട്ട് മഞ്ജുവിനോട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് കേട്ടോ. തന്നെ കുടുക്കിയതിന് മേഘനും 8ൻ്റെ പണി തന്നെ കൊടുത്ത് മാർക്കോ അവനെ അകത്താക്കി എന്നുള്ള കാര്യങ്ങളെല്ലാം കേട്ട് മഞ്ജുവിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ തോമസ് സാറാണ് സാഗറിനെ നിരപരാധിത്വം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തത് എന്നറിയുമ്പോൾ മഞ്ജുവിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ മേഘൻ്റെ ശല്യമൊന്നും ഇല്ലാതെ അവർ ഒരുപാട് നാളുകൾക്ക് ശേഷം പുതിയൊരു ജീവിതം തുടങ്ങുന്നുണ്ട്. പിന്നീട് ഉണ്ണി കരുണയുടെ വീട്ടിലെത്തുന്നു. എന്നിട്ട് മേഘേട്ടൻ ഇപ്പോൾ കഞ്ചാവ് കേസിൽപ്പെട്ട് അകത്തായെന്നും എല്ലാത്തിനും പുറകിൽ ആ മാർക്കോയാണ്. ഇനി സാഗറിനെയും മഞ്ജുവിനെയും കണ്ണേട്ടൻ്റെ മേട്ടത്തെയും സ്വീകരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അവരെ കമലേശ്വരത്ത് കയറ്റി താമസിപ്പിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ട്. കണ്ടില്ലേ, അവരോട് ചേർന്ന് നിൽക്കുന്നവരെ പോലും ഒന്നും ചെയ്യാനായിട്ട് കഴിയുന്നില്ല. മറിച്ച് തിരിച്ചടികളാണ് കിട്ടുന്നത്. സാഗറിനെ കേസിൽപ്പെടുത്തി മഞ്ജുവിനെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് മേഘേട്ടൻ എല്ലാം പ്ലാൻ ചെയ്തത്. എന്നിട്ട് മേഘേട്ടൻ തന്നെ ജയിലിലായി. അവർക്ക് ദിവസം കഴിയും തോറും ഉയർച്ചയാണ് സംഭവിക്കുന്നത് എന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ, ഞാൻ പറയാറില്ലേ ഉണ്ണി, അവളുടെ വിജയത്തിന് മുന്നിൽ അവൾ പൂജാമുറിയിൽ വെച്ച് ആരാധിക്കുന്ന അയ്യപ്പ വിഗ്രഹമാണ്. അത് അവളുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടാൽ മാത്രമേ അവളെ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്ന് പറയുമ്പോൾ, ഒരിക്കൽ കരുണ അതിന് ശ്രമിച്ചതല്ലേ മുത്തശ്ശി പറഞ്ഞിട്ട്, എന്നിട്ട് എന്താ ഉണ്ടായത്? അത് തിരികെ ആ പൂജാമുറിയിൽ തന്നെ എത്തിയില്ലേ എന്ന് ഉണ്ണി ചോദിക്കുമ്പോൾ, ഒരു തവണ അങ്ങനെ സംഭവിച്ചു എന്ന് കരുതി എപ്പോഴും അങ്ങനെ ഉണ്ടാവില്ല ഉണ്ണിക്കിട്ട. നീ ആ അയ്യപ്പ വിഗ്രഹം ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയണം. അതൊരിക്കലും അവളുടെ കയ്യിൽ തിരികെ എത്താൻ പാടില്ല എന്ന് പറയുമ്പോൾ, മണ്ഡലകാലമല്ലേ, പോരാത്തതിന് ഏട്ടൻ മലയ്ക്ക് പോകാനായിട്ട് മാല ഇട്ടിരിക്കുകയാണ്. ആ സമയത്ത് അത് നമ്മളെ എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ എന്തെങ്കിലും തിരിച്ചടികൾ ഉണ്ടാകുമോ എന്നുള്ളൊരു പേടിയുണ്ടെന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ, ഈ സമയത്ത് തന്നെ അത് അവളുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെടണം ഉണ്ണിക്കുട്ട. മലയ്ക്ക് പോകുന്ന അവൻ ഒരിക്കലും കമലേശ്വരത്തേക്ക് തിരികെ വരരുത്. അവനെ എഴുന്നേൽപ്പിച്ച് നടത്താൻ വേണ്ടിയിട്ടാണ് അവൾ അവനെ കൊണ്ട് മല ചവിട്ടിക്കുന്നത്. അത് ഒരിക്കലും അവൾക്ക് അതിന് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകാൻ പാടില്ല.
അതുകൊണ്ട് ഇത് തന്നെയാണ് പറ്റിയ അവസരം. നീ ഈ മണ്ഡലകാലത്ത് തന്നെ ആ അയ്യപ്പ വിഗ്രഹം ആ പൂജാമുറിയിൽ നിന്നും എടുത്തു മാറ്റണമെന്നും പ്രതാപൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഉണ്ണിയോട്. ശേഷം ഉണ്ണി കരുണയുടെ അടുത്ത് നിന്ന് കാര്യങ്ങളെല്ലാം പറയുന്നു. ഇത്തവണ ഈ റിസ്ക് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് കരുണേ. അവരുടെ ആ പൂജാമുറിയിൽ ആ അയ്യപ്പ വിഗ്രഹം ഇനി ഉണ്ടാകാൻ പാടില്ല എന്ന് ഉണ്ണി പറയുമ്പോൾ, എൻ്റെ കുഞ്ഞ് പോയതുകൊണ്ട് എന്തും ചെയ്യാനുള്ള ധൈര്യം എനിക്കുമുണ്ട്. ഞാൻ ഉണ്ണിയേട്ടൻ്റെ കൂടെ തന്നെയുണ്ട്. എൻ്റെ കെട്ടുതാലി അറുക്കുന്നുണ്ടെങ്കിൽ അതിനു മുൻപ് അവളുടെ കെട്ടുതാലി കാണരുത്. അതിനുവേണ്ടി മാത്രം ഞാൻ ആ വീട്ടിലേക്ക് തിരിച്ചു വരാൻ തയ്യാറാണെന്ന് പറയുന്നുണ്ട് കരുണ. അങ്ങനെ കരുണ ഉണ്ണിയോടൊപ്പം കമലേശ്വരത്തേക്ക് തിരിച്ചു ചെല്ലുന്നുണ്ട്. അങ്ങനെ ആ വിഷപ്പായസം കുടിച്ച് കരുണയുടെ ആ കുഞ്ഞു പോയതിന് ശേഷം ഒരുപാടുകൾക്ക് ശേഷമാണ് കണ്ണനും മഹാലക്ഷ്മിയും കരുണയും ഇപ്പോൾ മുഖാമുഖം കാണുന്നത്. എങ്കിലും കമലേശ്വരത്ത് തിരികെ എത്തുന്ന കരുണ വീണ്ടും തൻ്റെ കുഞ്ഞു പോയത് മഹാലക്ഷ്മി പായസത്തിൽ വിഷം കലർത്തി കൊടുത്തതാണെന്ന് പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അതിന് തക്ക മറുപടി കൊടുത്ത് കരുണയുടെ വായടപ്പിക്കുകയാണ് കേട്ടോ കണ്ണൻ ചെയ്യുന്നത്. പിന്നീട് ദുർഗയോടായിട്ട് കരുണ പറയുന്നുണ്ട്, ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ വീട്ടിലേക്ക് ഞാൻ തിരികെ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ആ ചതി, ആ പ്ലാൻ എന്താണെന്ന് കരുണ ദുർഗയോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കേൾക്കുന്നതും അത് വേണോ മോളെ, അല്ലെങ്കിൽ തന്നെ നമുക്ക് കഷ്ടകാലമാണെന്നെല്ലാം ദുർഗ പറയുമ്പോൾ, എൻ്റെ കുഞ്ഞു പോയി, ഇനി അതിലും വലിയൊരു തിരിച്ചടി എനിക്ക് കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ അവളുടെ പരാജയം എനിക്ക് എന്തായാലും കൺമുന്നിൽ തന്നെ കണ്ട് സന്തോഷിക്കണം എന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ കരുണ. അങ്ങനെ ഉണ്ണി ആ അയ്യപ്പ വിഗ്രഹം എടുത്തു മാറ്റാം എന്നുള്ള ഒരു കാര്യം അവരോടായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കണ്ണനും മഹാലക്ഷ്മിയും കൂടിയിട്ട് അഗസ്ത്യകൂടത്തിൽ ട്രീറ്റ്മെൻറ്റിന് പോകുന്ന ദിവസമാണ് കേട്ടോ അവർ ഫിക്സ് ചെയ്യുന്നത്. അങ്ങനെ അവർ പോയ ആ ദിവസം അവർ പൂജാമുറിയിൽ ആ അയ്യപ്പ വിഗ്രഹം ഇപ്പോൾ താൽക്കാലികമായിട്ട് കെട്ടിയുണ്ടാക്കിയ ക്ഷേത്രത്തിനാണല്ലോ അയ്യപ്പ വിഗ്രഹം വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നും ഉണ്ണി ആ ഒരു വിഗ്രഹം എടുത്ത് കാറിൽ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് ഉണ്ണിക്ക് ആക്സിഡൻറ്റ് സംഭവിക്കുകയും ഉണ്ണിയുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തവണ അങ്ങനെ മഹാലക്ഷ്മിയുടെ കെട്ടുതാലി അറക്കും എന്ന് വെല്ലുവിളിക്കുന്ന കരുണയ്ക്ക് തന്നെയാണ് സ്വന്തം കെട്ടുതാലി നഷ്ടപ്പെടുകയും ഉണ്ണിയുടെ ജീവൻ നഷ്ടപ്പെട്ട് അതുപോലെ തന്നെ കരുണ വിധേയമാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഈ ഒരു ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്